നമ്മുടെ നമ്പർ പ്ലേറ്റിന്റെ കോമഡി ഞാൻ കാണിച്ചത്. നമ്പർ പ്ലേറ്റ് വണ്ടീന്റെ മുമ്പിലായിരിക്കും, വണ്ടീന്റെ ഹേക്കിന്റെ ഉള്ളിലാണ്. ആ വലിയൊരു സ്റ്റിക്കർ പറിച്ച് കളയണമെന്ന് ഉറപ്പായിട്ട് എന്തായാലും എല്ലാവരും കമന്റ് ചെയ്യാട്ടോ. കഴിഞ്ഞ ബ്ലൂവിന്റെ പാർട്ടിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു വണ്ടി ഞാൻ പണിത് ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്യുന്നതിനിടയിൽ കൂളന്റിൽ വയ്ക്കുമ്പോൾ കൂളന്റ് മൂടി പോയിന്ന്. അത് ഇവിടുന്ന് തന്നെ കിട്ടിയായിരുന്നു കേട്ടാ. ഫുള്ള് വണ്ടി ഊരിയാൻ പരതിയായിരുന്നു. അപ്പോൾ എന്തായാലും സാധനം കിട്ടിയെന്ന് അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എന്തായാലും ഒഴിച്ച് വെക്കാം. എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കര സ്മൂത്താണ്. നമ്മളെത്ര ദൂരം പോലെ എവിടെ പോലെ എഞ്ചിൻ ഭയങ്കര സ്മൂത്താണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. നമ്മൾ ആദ്യത്തെ ബ്ലാക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഒരു ബ്ലാക്കി പറയുമ്പോഴും ഇതൊക്കെ 2007 അങ്ങനത്തെ മോഡൽ. അപ്പോൾ വണ്ടിയൊക്കെ റഫാണ്. ഇതൊക്കെ ഭയങ്കര കൂളാണ്, മനസ്സിലായ. കേട്ടിൻ്റെ ഇവിടുന്ന് ഒരു ഇളക്കമുണ്ട്, അതൊന്ന് സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് 300 രൂപയ്ക്ക് ഇത്രയും സാധനം കിട്ടി. ഇതിൽ നിന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വണ്ടി ഫുൾ അഴിച്ച് പണിയേണ്ട, അല്ലെങ്കിൽ എല്ലാ നെട്ടും ബോൾട്ടും ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഈ സാധനം പർച്ചേസ് ചെയ്ത് ഞാൻ ടാഗ് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ കോമഡി ഞാൻ കാണിച്ചത്. നമ്പർ പ്ലേറ്റ് ഒക്കെ എവിടെയാണ് കാണിച്ചത്? നമ്പർ പ്ലേറ്റ് വണ്ടീൻ്റെ മുമ്പിലായിരിക്കും, എൻ്റെ നമ്പർ പ്ലേറ്റ് വണ്ടീൻ്റെ ഹേക്കിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യണം. കുട്ടിക്കാരൻ വന്ന് കയറിയ സമയത്ത് ഒറ്റ കുത്തി ഇതിൽ നടുക്കുന്നേ പൊട്ടിപ്പോയി. അങ്ങനെ ഇത് ഞാൻ ഫുൾ സെറ്റ് ചെയ്തെടുത്തതാണിത്. ഇനി ഇതോട് ഒട്ടിക്കുന്നതാണോ എന്ത് പശയാന്ന് തോന്നുന്നു അല്ലേ. ഇത് ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം. എന്നിട്ട് ഇതൊന്ന് പെയിൻ്റ് അടിക്കാൻ കൊണ്ടുപോകണം. ഉള്ളിലെ സ്റ്റിക്കർ വർക്ക് ഉള്ളൊന്ന് ഫുള്ളൊന്ന് കട്ടൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. എവിടെ ഇരിക്കുന്നുണ്ട് യൂക്കിൻ്റെ ഈ ഒരു സാധനം എനിക്ക് കിട്ടി. കാര്യം എന്ന് വെച്ചാൽ സ്ഥലത്തെ ഇത് കുറച്ച് അടിച്ചു വെച്ചാൽ നല്ലതാണ്. ഇനി ഫുള്ള് സെറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഒരു രീതിയിലുള്ള പരിപാടിയും വരുത്തരുത്, ഫുൾ റീസ്റ്റോറേഷൻ. കാരണം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ 1-2 കമൻറ്റൊക്കെ കണ്ടു, വണ്ടി എന്ത് ചെയ്യും ബ്രോ, വണ്ടി കാണുന്നില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാത്തിരിക്കുന്നു അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പൈസ ഒന്നും നോക്കാതെ. സോ അപ്പോൾ സാധനം കളറാണ്. അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. സോ വണ്ടി ഓവറോൾ ഗൈസ് പക്കാ കണ്ടീഷനാണ്. കാര്യം ചോദിക്കാനുള്ള നമ്മുടെ ഒരു മോസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റിക്കർ ഓൾഡ് പറിച്ച് കളയാം. അപ്പോൾ എന്തായാലും ആ വലിയൊരു സ്റ്റിക്കർ പറിച്ച് കളയണമെന്ന് ഉറപ്പായിട്ട് എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി പെയിൻ്റ് അടിക്കുന്ന ബാക്കി വ്ളോഗ് നമ്മുടെ ചാനലിൽ കയറി നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഒരുപാട് റിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക, നിങ്ങൾക്ക് വേറെ നഷ്ടങ്ങളൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണാം.